നമ്മളെ ഏതാണ്ട് ഒരു വർഷമായിട്ട് നമ്മളൊരു വിത്ത് മുളപ്പിച്ചിട്ട് ഒരു താമര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് ഏകദേശം താമരയൊക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു പോട്ട് ആകെ എന്താ പറയുക നശിച്ചു പോയിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്, ആകെ പോയിട്ടുണ്ട് പോട്ട്. പിന്നെ നമ്മുടെ ഇതിനകത്ത് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഈ ഒരു പോട്ടിൽ നിന്ന് ഈ ഒരു താമര നമുക്ക് വേറൊരു പോട്ടിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ പോട്ടൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ മാറ്റും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ആമ്പലിൽ ഒരു 10-20 പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കേട്ടോ. ഇനിയും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വളരെ സന്തോഷം കാണും. ഇതാണ് നമ്മൾ താമരയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന പോട്ട്. കുറച്ച് വിലക്കുറവിന് കിട്ടിയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. നമുക്ക് ആവശ്യമായിരുന്നു. ആമ്പലിൻ്റെ പോട്ടിനെക്കാളും ഒത്തിരി ചെറുതാണ്, എന്നാലും രണ്ടും ഒരുമിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗി. ഇനി നമുക്ക് താമരയ്ക്ക് ആവശ്യമായ മണ്ണ് നിറച്ച് കൊടുക്കാം. അപ്പോൾ പോട്ടിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. കുറച്ചധികം മണ്ണിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു 2 ചട്ടിയോളം മണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട്. മണ്ണ് മാത്രമല്ല, നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ആവശ്യമുണ്ട്. രണ്ടും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനകത്തെ കുറച്ച് ഗോൾഡൻ ഫിഷിനൊക്കെ വളർത്തണം. ഗോൾഡൻ ഫിഷ് ഉണ്ട് കേട്ടോ, നമ്മുടെ കയ്യിലുണ്ട്. ഗപ്പിൻ്റെ കൂട്ടത്തിലൊക്കെ ഗോൾഡൻ ഫിഷ് ഉണ്ട്. അതിനെ മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്കാക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തെ വെള്ളം വേറൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ജഗ്ഗു അത് പിടിക്കടാ. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇതിനകത്ത് കണ്ടോ ഇഷ്ടം പോലെ മീനുണ്ട്. എനിക്കൊന്നൊരു 4-5 ഇട്ടതാ കേട്ടോ. അതൊക്കെ പ്രസവിച്ച് പെരുകി കുറേ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ താമരനെ വേരോടെടുത്തിട്ട് മറ്റേ പോട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഈ പോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഈ പോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇത് സക്സസ് ആവുമോ എന്ന് വലിയ ഉറപ്പൊന്നും ഇല്ലെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എടുക്കട്ടെ എന്തായാലും. ഇതൊക്കെ ചളിയാ. വേര് കിട്ടി. അപ്പം നമ്മൾ സംഭവം എടുത്തതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ വേരിങ്ങനെ റൗണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ മുകളിലോട്ട് പൊക്കി വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഇത്തിരി മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് മണ്ണ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. പ്രാർത്ഥനയോടെ ഓരോ പിടി മണ്ണും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മളെ പിന്നെ ഇലയൊക്കെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവുന്ന പോലെ നമ്മളെ താമരയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവാതിരിക്കില്ല. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ സംരക്ഷണവും കൊടുത്ത് വളർത്താനുള്ള പരിപാടിയാണ്. അപ്പം ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ അറിയിക്കാം കേട്ടോ. നശിച്ചു പോയോ അതോ വളർന്നു പോയോ എന്നൊക്കെ അറിയിക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തുള്ള മീനിനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെള്ളം ഒന്ന് തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അപ്ഡേഷനൊക്കെ അറിയിക്കാം. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കേട്ടാ.